ഫാമിലീസ് വെൽക്കം ബാക്ക്. ഇതൊന്നും കുപ്പിക്കകത്ത് മത്സരം എന്നല്ലേ, ഒരു അപ്പ കണ്ട പരീക്ഷണത്തില കേട്ടാ. ഇത് മര്യാദയ്ക്കൊന്നും ക്ലാസ്സിൽ കുത്തിയെടുക്കാം, പക്ഷെ എനിക്ക് മടിയില്ലാത്ത കാര്യം കൊണ്ട് തന്നെ ഇതിനെ തന്നെ ഇങ്ങനെ തന്നെ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നേ രണ്ടേ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നെ ഇങ്ങനെക്കോ ഒപ്പിച്ച് എടുത്ത് വെച്ചേക്കുന്നു ഗൈസ്. അങ്ങനെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ആവശ്യമുള്ള പച്ചനെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ അതിന് അടുത്ത പരിപാടിയിലോട്ട് പോയാൽ ആക്കുന്ന നെയ്പ്പത്തലിനും തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് നമ്മുടെ കറിക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ തേങ്ങ കുറച്ച് അധികം തന്നെ പെരുകിട്ട് അരച്ച് വെച്ചാൽ കേട്ടോ. പിന്നെ ആചാറൊന്നും കഴിയണ്ടെന്ന് വെച്ചിട്ട് കാരണം തേങ്ങ അരച്ചാലും പിന്നെ അരക്കാം. പിന്നെ നമ്മൾ തിരികെ വെച്ച തേങ്ങയും പിന്നെ ഒരു 2 സവാളയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത പച്ചരി ഇടുക. പിന്നെ വലിയ ജീരകം ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചെറുങ്ങനെ ഇട്ട് അവരറിയാൻ മാത്രം ഒരു അര ഗ്ലാസ് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്നോ രണ്ടായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ച് വരുമ്പോൾ ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഒന്നും കൂടി ഇടാനുണ്ട് കേട്ടോ. നമ്മുടെ അരിപ്പൊടിയോ പത്തിരിപ്പൊടിയോ എന്തെങ്കിലും എടുക്കാൻ തൽക്കാലം ഞാൻ പത്തിരിപ്പൊടി എടുത്തില്ല. ആവശ്യത്തിന് നോക്കി കണ്ടിട്ടൊക്കെ കിട്ടുക. ആദ്യമൊക്കെ ഇതൊരു കിട്ടൂല, ഇപ്പം കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അളവൊന്നും ഇല്ലാണ്ട് ഞാൻ ഇടുന്നത്. നിങ്ങൾ ഏതായാലും ഒന്ന് മിക്സ് ആക്കി ഇടുക കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഷേപ്പാക്കി പിടിക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് നിൽക്കുന്ന പോലത്തെ എന്നാലേ നമുക്ക് പരത്താൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നമ്മൾ കറി വെച്ചു. പറഞ്ഞില്ലേ എന്തിനാ തേങ്ങാപ്പാൽ എന്നിട്ട് അങ്ങനെ നമുക്ക് കറി കോരി മാറ്റി വെച്ച് ഇനിയാണ് നമ്മൾ പരിപാടിയിലോട്ട് പോകുന്നത്. ഏകദേശം നമ്മൾ ജലദോഷപ്പനിയൊക്കെ ആയിട്ട് എൻ്റെ കുറച്ച് പോലെ ഉണ്ടാവും. അങ്ങനെ സൺഫ്ലവറും ഒരു സംബന്ധമില്ലാത്ത സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കമ്മാരി പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതന്നെ ആയിട്ട് എടുത്തിന്. പിന്നെ ഇതാ 2 ഇല നിങ്ങൾക്ക് വേണ്ടി തന്നെ കേട്ടോ. അതുമായിട്ടൊന്നും പരത്തുന്നവർക്ക് എളുപ്പമായിട്ടൊന്നും വെച്ചാൽ 2 ഇലയൊക്കെ എടുത്തിന്. പിന്നെ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ആക്കി വെച്ച അരിയില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇതിന് മുകളിൽ ആ മറ്റേ ഇലയും കൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്താൽ മതി. ഇനി ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ സണ്ണിൻ ഫ്ലവറിനും സംബന്ധമില്ലാത്ത ഓയിൽ ഇതാ ചൂടായിരിക്കുന്നത്. ഇതിനകത്ത് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഇടുമ്പോൾ ഇത് കാണുമ്പോൾ പൊന്തി വരില്ല പോലത്തെ തോന്നും. 2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ പൊന്തിക്കോളും. എനിക്ക് പിന്നെ അടുത്ത് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ ആക്കുന്നത്. ഗ്യാസിലായാലും കുറച്ച് കൂട്ടലും കുറക്കലൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ ഗ്യാസ് ലാഭിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ എപ്പോഴും ചുട്ടെടുക്കൽ. ഇതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം തോന്നുന്നു. നമ്മൾ ആദ്യം അപ്പം എന്താ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ കോരിയെടുക്കുക. രണ്ടാമത്തെ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ചെയ്യണ്ട, കുറച്ച് തീൻ്റെ മാത്രം നോക്കിയാൽ മതി. ഇത് അടുപ്പത്തായതുകൊണ്ട് നല്ല ചൂട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇട്ടിട്ട് വേറെ പ്രത്യേക പണിയൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ അങ്ങനെ ഇലക്കത്തിട്ട് കളിച്ചിട്ടാണ്. പിന്നെ മടി നമ്മുടെ വഴിക്ക് വന്നതുകൊണ്ട് തന്നെ പിന്നെ കയ്യിൽ തന്നെ പരത്തിയിടാൻ തോന്നി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര മടിയില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കേട്ടോ. ഇടയ്ക്ക് ഞാൻ മാറ്റിയൊക്കെ പിടിക്കും. അങ്ങനെ ഇതാ മൂന്നാമത്തെ അപ്പഴത്തിന് ഇതൊരു കണത്തിലായിട്ടാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൂർ പത്തിന് റെഡി ആയിരിക്കുന്നു. അതെനിക്ക് ഭയങ്കര ടഫ് വന്ന ഒരു പരിപാടി ഇത് തന്നെയായിരിക്കും. അങ്ങനെ കണ്ട അടിപൊളി അപ്പം. അങ്ങനെ നമ്മൾ കറിയും കൂട്ടി കഴിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പനിയും ജലദോഷവും നമ്മുടെ അടുത്ത് വിരുന്ന് വന്നതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷമാണ്. വിരുന്നുകാരെ എപ്പോൾ പോകുമെന്നറിയില്ല. പോയതിന് ശേഷം നല്ല വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും എൻ്റെ വോയിസ്.